ഇത് നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. എൻ്റെ കൂടെ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു ഓക്കെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, എൻ്റെ പേര് റെജി. ഞാൻ ശക്തികുളങ്ങരയിലാണ്. ഞാനിപ്പം SBI ലൈഫിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ചേച്ചി, നമ്മുടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എനിക്കും കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്, മിക്കവാറും ചേച്ചിക്കും വന്നിട്ടുണ്ടല്ലോ അല്ലേ? വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്നോടാണേലും ഇവിടെയാണേലും ആവശ്യപ്പെട്ടത് പെട്ടെന്ന് തീർന്നു പോയി. ഒന്നും കറക്റ്റ് അത്ര ഡീറ്റെയിൽ ആക്കാൻ പറ്റിയിട്ടില്ല, പ്ലാനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആരായിരുന്നു എൻക്വയറി ചെയ്തത്? ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരായിരുന്നു എൻക്വയറി ചെയ്തത്? എല്ലാ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ്, നമ്മൾ പാരന്റ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പാരന്റ്സും ചോദിച്ചു. അതല്ലാതെ യങ്സ്റ്റേഴ്സ്, അതായത് ഒരു 23 കഴിഞ്ഞ് ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത യങ്സ്റ്റേഴ്സ്. ഓക്കെ. അപ്പം ഞാനൊരു യങ്സ്റ്റർ ആണ്. അപ്പം ഞാൻ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് പറ്റുന്ന ഒരു പ്ലാൻ പെട്ടെന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ പ്ലാൻ, അത്ര വലിയ ഏർണിങ്സ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ യൂട്യൂബൊക്കെ ഇനി ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹിച്ചാൽ വലിയൊരു ഏർണിങ്സ് ആക്കാൻ പറ്റും. ജോയിലിന് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ലിങ്ക്ഡ് ഒരു പ്ലാൻ ഉണ്ട്, ഫോർച്യൂൺ ബിൽഡർ എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്ലാൻ ആണ്. അതിന്റെ പേയ്മെന്റ് വരുന്നത് ഇയർലി ആണ്. ഇയർലി 1 lakh വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 years നമ്മൾ പേ ചെയ്യണം. അപ്പൊ നമ്മൾ 7 lakhs നമ്മൾ അടച്ചു. 10th ഇയറിൽ ജോയില് മെച്യൂരിറ്റി ജോയില് ഫിക്സ് ചെയ്യുന്നു. അല്ല 7th ഇയർ കഴിഞ്ഞ് ജോയിലിന് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം, എടുക്കാം, പാർഷ്യലി എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഈ 10th ഇയർ വരെ ജോയില് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ 7 lakhs അടച്ച ജോയിലിന് 20 lakhs കിട്ടും. 7 lakhs എന്നുള്ളത് 20 lakhs ആയിട്ട് എനിക്ക് ഒരുമിച്ച് കിട്ടും. അതായത് ഇപ്പൊ ജോയിലിന് ഒരു 23 വയസ്സ്, അപ്പൊ ജോയിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ജോയിലിന് 30ാമത്തെ വയസ്സ്, അതായത് ഒരു മാരേജ് ആയിട്ട് സെറ്റിൽ ആവുന്ന ഒരു സമയമാകുമ്പോൾ ജോയിലിന് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ജോയിലിന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവും. ഇതിപ്പോ യങ്സ്റ്റേഴ്സിനുള്ളത്. പിന്നെ പാരന്റ്സിന്റെ എൻക്വയറി വന്നില്ല, അവരോട് സജസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന? പാരന്റ്സിനാണെങ്കിലും ഈ ഒരു പ്ലാൻ സ്യൂട്ടബിൾ ആണ്. പക്ഷെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടീഡ് പ്ലാൻ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞ കണക്ക്, ഇപ്പൊ നമ്മൾ പറയുന്ന കണക്ക് 7 വർഷം 10 വർഷം നമുക്ക് പ്രീമിയം അടയ്ക്കാം. 7 വർഷം അടയ്ക്കുന്നവരാണെങ്കിൽ 15ാമത്തെ വർഷം മെച്യൂരിറ്റി, അല്ലെങ്കിൽ കുഞ്ഞിന് 18 വയസ്സ്. ഇതാണ് ഒരു ക്രൈറ്റീരിയ പറയുന്നത്. അത് കുഞ്ഞിന് കുട്ടികൾക്ക് വേണ്ടുന്ന ഇത് യങ് അച്ചീവർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ആണ്. കുട്ടികളുടെ ഒരു ഫ്യൂച്ചർ, അതായത് അവരുടെ ഒരു എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ ആണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഹ്യൂജ് എമൗണ്ട്, ഒരു 5 lakhs ആണെങ്കിൽ തന്നെയും എല്ലാരും പോയി എഡ്യൂക്കേഷൻ ലോണിലോട്ടാണ് പോകുന്നത്. നമ്മൾ അന്നേരം അടയ്ക്കുന്ന എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രം നമ്മൾ ഇപ്പൊ സേവ് ചെയ്യുവാണെങ്കിൽ, അതായത് അല്ല, ഇത് യങ് അച്ചീവർ. മന്ത്ലി അടയ്ക്കാം, ഹാഫ് ഇയർലി അടയ്ക്കാം, ക്വാർട്ടർലി അടയ്ക്കാം. ഇതിന്റെ അകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർച്യൂൺ ബിൽഡറിലാണെങ്കിൽ നമുക്ക് ഇയർലി വൺസ് ആണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. ഈ ഒരു പ്ലാൻ ആണെങ്കിൽ നമുക്ക് മന്ത്ലി ഉണ്ട് ഓപ്ഷൻ, ഹാഫ് ഇയർലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, ഇയർലി ഉണ്ട്. ഇപ്പൊ ഒരു 1 lakh ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 10 years പേയ്മെന്റ് അടച്ച് 20th ഇയറിൽ അവർക്ക് മെച്യൂരിറ്റി ആണെങ്കിൽ ഒരു 20 lakhs ഒക്കെ കിട്ടും. അതൊരു കറക്റ്റ് എമൗണ്ട് അല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് ഇതൊരു കാൽക്കുലേഷന്റെ കാര്യമാണ്. അപ്പൊ ഒരു അറൌണ്ട് അത്രയൊക്കെ വരും, ഒരു 18-20 വരും. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇഷ്ടംപോലെ പ്ലാൻസ് ഉണ്ട് ഇവർക്ക്, നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം, നമുക്ക് അതെല്ലാം അറിയിക്കാം അല്ലേ? ഓക്കെ. അപ്പം എനിവേ ഞങ്ങളുടെ കോഫി തീർന്നു, വി ആർ വൈൻഡിങ് അപ്പ്. ബൈ.